ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഇസ്മു വ അലാമാത്തുഹു. ഇസ്മും അടയാളങ്ങളും, ഇസ്മിൻ്റെ അടയാളങ്ങളും. അതിൻ്റെ ആ മത്തിന് മാത്രം ഒന്ന് നോക്കി, ആ കട്ടി കൂടിയത് മാത്രം. ഫ അമ്മൽ ഇസ്മു, അപ്പോൾ ഇസ്മ്, അപ്പോൾ ഇസ്മ്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ എന്താ, കലിമത്ത് എന്ന് പറഞ്ഞാൽ കൗലും മുഫ്രദാണ്, അത് ഇസ്മും ഫേലും ഹർഫും ആണ് എന്നാ മുമ്പ് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇസ്മിനെ കുറിച്ച് വിശദീകരിക്കാണ്. അപ്പോൾ ഇസ്മ് ഫയുറഫു, അത് മനസ്സിലാക്കപ്പെടും. ഫയുറഫു, അത് മനസ്സിലാക്കപ്പെടും. ബി അൽ, അൽ എന്നതുകൊണ്ട് മനസ്സിലാക്കപ്പെടും. ഏതുപോലെ? കർറജുലി, അർറജുലു എന്നുള്ളതിൽ പോലെ. അതിലെന്തുണ്ട്? അലിഫ്ലാം ഉണ്ട്. അതുപോലെ വബി തൻവീനി, തെൻവീന് കൊണ്ടും മനസ്സിലാക്കപ്പെടും. ഏതുപോലെ? ക റജുലുൻ, റജുലുൻ എന്നതുപോലെ തൻവീൻ ഉണ്ടായില്ല. അതുപോലെ വേറൊന്നും കൊണ്ട് മനസ്സിലാക്കപ്പെടും. വബിൽ ഹദീസ് അൻഹു, ആ ഇസ്മിനെ കുറിച്ച് സംസാരിക്കൽ കൊണ്ടും, ആ ഇസ്മിനെ കുറിച്ച് സംസാരിക്കൽ കൊണ്ടും, അതായത് ആ ഇസ്മിലേക്ക് ചേർക്കൽ കൊണ്ടും എന്ന് അർത്ഥം. ഇസ്മിലേക്ക് ചേർക്കും. ഏതുപോലെ? ക താഇ ലറബ്തു, ലറബ്തു എന്നതിലെ താ പോലെ. അപ്പൊ ലറബ്തു എന്ന് പറഞ്ഞാൽ തൂ, അടുത്ത തൂ എന്നുള്ളതുണ്ടല്ലോ, ആ താ, അത് ഞാൻ അടിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ അടി നടക്കണമെങ്കിൽ ഒരാൾ വേണം. അടി നടക്കണമെങ്കിൽ ആര് വേണം? ഒരാൾ വേണം. വെറുതെ ഒരു അടി ഉണ്ടാവില്ലല്ലോ. ഓന് എന്നെ തച്ചു എന്ന് പറഞ്ഞാല് അവിടെ തല്ലിയ ഒരാൾ വേണം. ഞാനും ഓനും അടി ഉണ്ടായി എന്ന് പറഞ്ഞാല്, അങ്ങാടിയിൽ ഒരു തല്ലുണ്ടായി എന്ന് പറഞ്ഞു, തല്ലുകൂടിയവരാരാ? ആ തല്ലുകൂടിയ ആളുകളൊന്നുമില്ല, അതുണ്ടാവില്ല. തല്ലുകൂടിയ ആളുകൾ ആരൊക്കെയെന്ന് ചോദിച്ചു. ആ തല്ലുകൂടിയിട്ടൊന്നുമില്ല, ആരും അങ്ങോട്ട് തല്ലുകൂടിയിട്ടൊന്നുമില്ല. പക്ഷെ അടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവില്ലല്ലോ. അടി ഉണ്ടാവണമെങ്കിൽ തല്ല് കൊടുത്ത ഒരാളും വേണം, തല്ല് കിട്ടിയ ഒരാളും വേണം. അപ്പൊ തല്ല് കൂടി എന്നത് ആ മീനിങ് പൂർണ്ണമാവണമെങ്കിൽ ചേർന്ന് വന്ന ഒന്നാണ് ഇവിടുത്തെ തൂ എന്നുള്ളത്. ഇതും എന്തിന് പെട്ടതാണ്? ഇസ്മിന്റെ അടയാളമാണ്. കാരണം ഇത് ഫീലിനിക്ക് വരൂല. ഫീല് ഒരു ഫായിദ പൂർണ്ണമായി കിട്ടാൻ വേണ്ടി, ഒരു ആശയം പൂർണ്ണമാവാൻ വേണ്ടി ഫീല് വരൂല. ഫീലിന്റെ ആശയം പൂർണ്ണമാവാൻ ഇസ്മു വരും. അതാ വ്യത്യാസം. ഒരു ഫീലിന്റെ ആശയം പൂർണ്ണമാവാൻ ഇസ്മു വരും, ഇസ്മിന്റെ ആശയം പൂർണ്ണമാകാൻ ഫീല് വരില്ല. അപ്പൊ സ്ട്രോങ് ആരാണ്? ഇസ്മാണ് സ്ട്രോങ്. അതുകൊണ്ട് ഇസ്മിനെ ആദ്യം പറഞ്ഞു, ഫീല് രണ്ടാം സ്ഥാനത്താണ്. ഇസ്മാണ് കൂടുതലും. ഞാൻ പറഞ്ഞില്ലേ, അറബി ഏതൊരു ഫീൽ എടുത്ത് നോക്കിയാലും ചുരുങ്ങിയതല്ല ഒരു 10-15 ഇസ്മുകൾ കിട്ടും ഒറ്റ ഫീലില്. ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല്, ലറബ ഫീലാണ്. അതിന്റെ മസ്ദർ ഒരു ഇസ്മാണ്. ലർബുൻ, അടി, അത് ഇസ്മാണ്. ലാരിബുൻ, അടിക്കുന്നവൻ ഇസ്മാണ്. മൽറൂബുൻ, അടി കിട്ടിയവൻ ഇസ്മാണ്. മൽറബുൻ, അടിച്ച സ്ഥലം ഉണ്ടാവും, അടിച്ച സമയം ഉണ്ടാവും, അത് രണ്ടും ഇസ്മാണ്. മിൽറബത്തുൻ, അടിക്കാൻ ഉപയോഗിച്ച ഉപകരണം ഉണ്ടാവും, വടിക്ക് മിൽറബത്ത്, അതാ ലറബെന്ന് ഒന്ന് പറഞ്ഞാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അൽറബു അതെ അതെ, ഫീലില് ഇസ്മ വരുന്നതൊക്കെ ഇസ്നാദ് ചെയ്തുകൊണ്ടായിരിക്കും. കാരണം ഇസ്നാദ് ചെയ്യാതെ ഒരു ഫീല് പറയില്ല. ഇസ്നാദ് ചെയ്യാതെ ഒരു ഫീല് പറയില്ല. ആ ഇസ്നാദ് എന്തായാലും ഇസ്മ കൊണ്ടായിരിക്കും. അപ്പൊ ഒരു ഫീല് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം, യെസ്, ഇവിടെ ഒരു ഇസ്മ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് തിരിയില്ല ഏതാ ഇസ്മ എന്ന്, പക്ഷെ എന്നാലും നമുക്ക് ഇത് തിരിയണം, അവിടെ ഒരു ഇസ്മ ഉണ്ട്, ഇത് തിരിയണം. നമുക്കിപ്പോ ഒരു പദം കണ്ടു കഴിഞ്ഞാലേ നമ്മള് ഇസ്മിന്റെ അടയാളം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ, അത് ഇസ്മാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ഇസ്മല്ല എന്ന് മനസ്സിലായില്ലേ? ഒരു സംഗതി ഇസ്മിന്റെ അടയാളം നോക്കിയപ്പോൾ ഇസ്മിന്റെ അടയാളം അതിൽ കാണുന്നില്ല.
അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഇസ്മ അല്ല എന്ന് മനസ്സിലായി. വേറെന്തോ ആണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതവിടെ വേറെ ചർച്ച. ഇത് ഇസ്മ അല്ല എന്നുള്ള ഒരു അറിവ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഫീലാണോ. അപ്പൊ നമ്മൾ ആ ഫീലാണ് എന്നുണ്ടെങ്കിൽ അതിന് ഫീലിന്റെ അടയാളം വെച്ച് നോക്കണം. അത് നമ്മൾ ശേഷം പറയുന്നേ. അപ്പൊ നമ്മൾ ഫീലാണ് നോക്കുമ്പോൾ ഫീലിന്റെ അടയാളം പറഞ്ഞപ്പോൾ ഫീലിന്റെ അടയാളം അതിലില്ല. ഫീലിന്റെ അടയാളം അല്ല, ഇസ്മിന്റെ അടയാളം അല്ല. അപ്പൊ പിന്നെ ഹർഫേ ആകൂ. ഹർഫിന് പ്രത്യേകിച്ച് അടയാളമല്ല, കാരണം ബാക്കി രണ്ടെണ്ണത്തിനും അടയാളമുണ്ട്. അപ്പൊ പിന്നെ ഹർഫിന് അടയാളം വേണ്ടല്ലോ, ആ അടയാളം ഇല്ലാതിരുന്നാൽ മതി. കാരണം നാലാമതൊരു ഐറ്റം അല്ല, ഇസ്മ ഫീല് ഹർഫ് എന്നേ ഉള്ളൂ. നമ്മുടെ റൂമിൽ 3 ആളുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ റൂമിൽ 3 ആളുണ്ട്. ഇസ്മ ഒരു പദം കണ്ടാൽ ഏകദേശം തീരുമാനാക്കാം, നമുക്ക് ഇസ്മാണ് തീരുമാനാക്കാം. ഇല്ലെങ്കിൽ അടുത്ത ഘട്ടം അത് ഫീലാണ് തീരുമാനാക്കാം. ഇല്ലെങ്കിൽ അത് അർഫേ ആകും, നാലാമതൊരാളാവൂല. കാരണം നാലാമതൊന്നും ഇല്ല, ഉണ്ടെങ്കിലല്ലേ ആവുള്ളൂ. അതാ നമ്മൾ ഇന്നലെ പറഞ്ഞ്. അറബി നെഹ്വിന്റെ പണ്ഡിതന്മാർ പരിശോധിച്ചു നോക്കി, എവിടെങ്കിലും കിട്ടുമോ. ഒരു കുറേ ബർമുഡ ട്രയാങ്കിൾ വരെയൊക്കെ പോയി നോക്കി, പക്ഷെ എന്തായിട്ടില്ല, വേറെ കിട്ടിയിട്ടില്ല. ഇല്ല, വേറെ സാധനമല്ല. അപ്പൊ ഇവിടെ ഇസ്മ എന്നതിന് 3 അടയാളമാണ്. നോക്കാം. ഫഅമ്മൽ ഇസ്മു, അപ്പോൾ ഇസ്മ, വഹുവ, ഇസ്മാകുന്നത്, മാ, ഒരു പദമാണ്, ദല്ല, അത് അറിയിച്ചിരിക്കുന്നു, ദല്ല, അത് കട്ടായിപ്പോയോ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഇപ്പോൾ കണക്ട് ചെയ്യാം. അത് മറ്റേലും നെറ്റ് പോയാൽ ജോയിൻ ചെയ്യും. നീ ജോയിൻ എന്ത് കിട്ടായിരുന്നു? ഞാൻ ചോദിച്ചെങ്കിൽ പൈസ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. നാളെ രാവിലെ തരാം പൈസ. അങ്ങോട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച വിളിച്ചാൽ പറഞ്ഞു, അതൊന്ന് വെള്ളിയാഴ്ച ലീവിന് കൂടുന്നേരം. ഓക്കെ, അതിന്റെ നെറ്റിന്റെ കണക്ഷന് ഒന്ന് പോയതാ. അല്ല ഓക്കെ, കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നോ? അമ്മൽ ഇസ്മു, അപ്പോൾ ഇസ്മ, വഹുവ, മാ, അതൊരു പദമാണ്, ദല്ല അല മഅനൻ, ഒരാശയത്തിന്റെ മേൽ അറിയിച്ചിരിക്കുന്നു, ഫീ നഫ്സിഹി, സ്വയം ഒരാശയത്തിന്റെ മേൽ അറിയിക്കും, സ്വന്തമായിട്ട് തന്നെ. ഗൈറ മുഖ്തരിനിൻ,
ചേർന്നു വരാതെ ബി അഹദിൽ അസ്മിനത്തി സലാസത്തി 3 കാലങ്ങളിൽ ഒന്നിനോട് ചേർന്നു വരാതെ 3 കാലങ്ങളിൽ ഒന്നിനോട് ചേർന്നു വരാതെ സ്വന്തമായി ഒരാശയത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദത്തിനാണ് ഇസ്മ എന്ന് പറയുക. ഒന്നുകൂടി പറയാം. ഇസ്മ എന്ന് പറഞ്ഞാൽ ഒരു പദമാണ്. ദല്ല അത് അറിയിച്ചിരിക്കുന്നു. അലാ മഅനൻ ഒരാശയത്തിൻ്റെ മേൽ അറിയിച്ചിരിക്കുന്നു. ഫീ നഫ്സിഹി സ്വന്തമായി ഒരാശയത്തിൻ്റെ മേൽ അറിയിച്ചിരിക്കുന്നു. ഗൈറ മുഖ്തരിനിൻ ചേർന്നു വരാതെ, ഒപ്പം വരാതെ. എന്തിനോടൊപ്പം വരാതെ? ബി അഹദിൽ അസ്മിനത്തി സലാസത്തി 3 കാലങ്ങളിൽ ഒന്നിനോടൊപ്പം വരാതെ. ഏതാണ് ആ 3 കാലങ്ങൾ? അൽ മാലി വൽ ഹാലി വൽ ഇസ്തിഖ്ബാലി. മാലിയും ഹാലും ഇസ്തിഖ്ബാലും. ഹാലിർ എന്ന് എനിക്ക് ഹാല് എന്നും കൂടി പറയും പേരിട്ടാണ്. മാലി, ഹാല്, ഇസ്തിഖ്ബാൽ. അതിനാണ് ഇസ്മ എന്ന് പറയാം. ഫയുറഫു അങ്ങനെയുള്ള ഇസ്മ മനസ്സിലാക്കപ്പെടും. ബി അലാമാത്തിൻ ചില അടയാളങ്ങളെ കൊണ്ട് മനസ്സിലാക്കപ്പെടും. ഫയുറഫു കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? അത് മനസ്സിലാക്കപ്പെടും. ബി അലാമാത്തിൻ ചില അടയാളങ്ങളെ കൊണ്ട് മനസ്സിലാക്കപ്പെടും. എങ്ങനെയുള്ള അടയാളമാണ്? തുമയ്യിസു ആ അടയാളം വേർതിരിക്കുന്നതാണ്. ഹു ഇസ്മിനെ വേർതിരിക്കും. അൻ ഖസീമൈഹി അതിൻ്റെ 2 മറ്റ് വിഭാഗത്തിനെ തൊട്ട്. അതിൻ്റെ 2 മറ്റ് ഓഹരി ഉണ്ടല്ലോ. ഏതൊക്കെ? ഹർഫ്, ഫീല്. ഹർഫ്, ഫിഇല് എന്ന 2 മറ്റ് എതിരോഹരിയെ തൊട്ട് വേർതിരിക്കും. അപ്പൊ അവകൾക്ക് ഇല്ലാത്ത 2 അടയാളങ്ങളുണ്ട്. അവകൾക്ക് ഇല്ലാത്ത അടയാളം. വദക്കറൽ മുസന്നിഫു പറഞ്ഞിരിക്കുന്നു. വദക്കറ പറഞ്ഞു. ദക്കറ മാലിയായ ഫീലാണ്. അൽ മുസന്നിഫു പറഞ്ഞു. അലിഫ്ലാം ഉണ്ടത് ചേർത്തു. ദക്കറ എന്നുള്ളതിന്റെ മായന പൂർണ്ണമാവാൻ വേണ്ടിയിട്ട് അൽ മുസന്നിഫു എന്നുള്ളൊരു ഇസ്മ ചേർത്തു. അപ്പൊ അൽ മുസന്നിഫു എന്നുള്ളത് ഇസ്മാണ്. ആര് പറഞ്ഞു എന്നാ? ഞാൻ പറഞ്ഞു എന്നാണോ? അവര് പറഞ്ഞു എന്നാണോ? അല്ല, മുസന്നിഫ് പറഞ്ഞു. മിൻഹ ആ അടയാളങ്ങളിൽ നിന്നും മുസന്നിഫ് പറഞ്ഞു. അലാമത്തൻ ഒരു അടയാളത്തിനെ പറഞ്ഞു. മിൻ അവ്വലിഹി ഇസ്മിന്റെ തുടക്കത്തിൽ ഉള്ള ഒരടയാളം. അപ്പൊ തുടക്കത്തിലാക്കാണ് ഒരടയാളം. വഅലാമത്തൻ മിൻ ആഖിരിഹി ഒരടയാളം ഇസ്മിന്റെ അവസാനത്തിലായിരിക്കും. തുടക്കത്തിൽ അല്ല്, അവസാനത്തിൽ തൻവീന്. വഅലാമത്തൻ മഅനവിയത്തിൻ ആശയപരമായ അടയാളം. അത് ലഫ്ദിൽ കാണൂല. മീനിങ്ങുമായി ബന്ധപ്പെട്ട, അതാണ് ഇസ്നാദ് എന്ന് പറഞ്ഞ്. മീനിങ്ങുമായി ബന്ധപ്പെട്ട അടയാളം അങ്ങനെയും പറഞ്ഞു. മറ്റത് 2 ലഫ്ദിയാണ്. ലഫ്ദിൽ കാണാം, നമ്മൾ പറയുകയും ചെയ്യും. മഅനവിയായ അടയാളം കാണൂല. ഇസ്മിനെ കാണും, പക്ഷെ അടയാളം ഏതാന്നുള്ളത് കാണൂല. ഫഅശാറ മുസന്നിഫ് സൂചിപ്പിച്ചു. ഇലൽ ഊല ഒന്നാമത്തതിലേക്ക്. ഒന്നാമത്തെ അടയാളം അതേതാ? തുടക്കത്തിലുള്ള അടയാളം. അതിലേക്ക് സൂചിപ്പിച്ചു. ബി ഖൗലിഹി മുസന്നിഫിന്റെ വാക്ക് കൊണ്ട് സൂചന നൽകി. ബി അൽ എന്ന വാക്ക് കൊണ്ട്. ഐ അൽ മുഅരിഫത്തി മഅരിഫയാക്കുന്ന അൽ. മഅരിഫ നക്കിറ എന്ന് പറഞ്ഞിട്ട് ശേഷം നമ്മൾ പഠിക്കും. മഅരിഫ എന്ന് പറഞ്ഞാൽ പ്രോപ്പറാക്കുന്ന, ഒരു നിശ്ചിതമായ എണ്ണമാക്കുന്നതിനാണ് മഅരിഫ എന്ന് പറയുന്നത്. നക്കിറ എന്ന് പറഞ്ഞാൽ കോമൺ. ഇപ്പം നമ്മൾ പറയില്ലേ ഇംഗ്ലീഷിൽ മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുരുഷൻ എന്നർത്ഥം. അത് ഏത് പുരുഷനും ആകാം. ദ മാൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് എല്ലാ പുരുഷനും ആവില്ല. അത് ഏതോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പുരുഷനാണ് ദ മാൻ.
അതേപോലെ റജുലുൻ, അത് ഏത് മനുഷ്യനും ആകാം. എനിക്ക് പറയാം, അവിടെ പറയാം, ഇവിടെ പറയാം. അർറജുലു ആലിഫ്ലാം മാരിഫയാക്കുന്നതാണ്. അപ്പൊ നിശ്ചിത പുരുഷൻ, ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ ഒരു പുരുഷൻ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഹാജരായിട്ടുള്ള ഒരു പുരുഷൻ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുപരിതനായ ഒരാൾ. അൽ ഉസ്താദ് എന്ന് പറയും ദർസിലൊക്കെ. ഞങ്ങളെ ഉസ്താദിനെ കുറിച്ച്, വലിയ ഉസ്താദിനെ കുറിച്ച് അൽ ഉസ്താദ് എന്നാ പറയാം. ആ ഉസ്താദ് വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏത് ഉസ്താദ്, ചെറിയ ഉസ്താദുമാരുണ്ട്, ഒക്കെ ഉണ്ടാവും. അൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ എല്ലാവർക്കും മനസ്സിലായി ഏത് ഉസ്താദാണ്, വലിയ ഉസ്താദാണ്. അപ്പം അതേപോലെ അങ്ങനെ മഅരിഫയാക്കുന്ന അലിഫ്ലാമ്, മനസ്സിലായോ? ഏതുപോലെ ക അർറജുലു എന്നതുപോലെ, വ അൽ ഫറസു എന്നതുപോലെ, അതിലൊക്കെ അലിഫ്ലാം ഉണ്ട്. അത് മഅരിഫയാക്കുന്നതാണ്. അത് കണ്ടാ മനസ്സിലാക്കണം അത് എന്താണ്, ഇസ്മാണ്. വ ഇലസാനിയത്തി, രണ്ടാമത്തതിലേക്ക് സൂചിപ്പിച്ചു. ഇലൽ ഊല എന്ന് മേലെ പറഞ്ഞില്ലേ, ഇലൽ ഊല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ അതേപോലെ ഇലസാനിയത്തി, രണ്ടാമത്തതിലേക്ക് സൂചിപ്പിച്ചു. ബി കൗലിഹി വബിത്തൻവീനി, വബിത്തൻവീനി എന്ന കൗല് കൊണ്ട്, തൻവീന് കൊണ്ട്. എന്താ തൻവീൻ എന്ന് പറഞ്ഞാൽ? വഹുവ, തൻവീൻ എന്ന് പറഞ്ഞാൽ നൂനുൻ, നൂനാണ്. സായിദത്തുൻ, അധികം വരുന്ന നൂനാണ്, അസ്ലിലുള്ളതല്ല. അസ്ലില് റാ, ജീമ്, ലാമ് ഈ അക്ഷരേ ഉള്ളൂ. പിന്നെ തൻവീന് വരുന്നത് അസ്ലിന്റെ പുറത്താ, ഒരു നൂനാണ്, സായിദയായ നൂനാണ്. സാക്കിനത്തുൻ, സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂന് മനസ്സിലാണ്ട? റജുലുൻ എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള നൂനാണല്ലോ. റജുലുൻ ശരിക്കും അത് അസ്ലിലുള്ളതല്ല. അസ്ലിൽ എത്രയേ ഉള്ളൂ? റ, ജ, ല എന്ന ആ മൂന്നക്ഷരങ്ങളുള്ളൂ. റാവും ജീമും ലാമുമേ ഉള്ളൂ. അവിടെ ഒരു നൂന് എക്സ്ട്രാ വരുന്നതാണ്, എക്സ്ട്രാ നൂനാണ്. അതായത് സായിദയായ നൂൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നൂൻ. സാക്കിനത്തുൻ തൽഹഖു, അത് ചേർന്ന് വരും. അൽ അഖീറ, അവസാനത്തതിനോട് ചേർന്ന് വരും, അവസാനത്തെ ലെറ്ററിനോട് ചേർന്ന് വരും. ലിഗൈരി തൗക്കീദിൻ, തൗക്കീദിന് വേണ്ടിയല്ലാതെ, ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ലാതെ. ശക്തിപ്പെടുത്താൻ വരുന്നത് ഒന്നുണ്ട്, നമ്മൾ ഖഫീഫാന്റെ നൂന് എന്നൊക്കെ പഠിച്ചില്ലേ മീസാനിൽ, ഓർക്കുന്നുണ്ടോ? ഖഫീഫ നൂന്, സക്കീല നൂന്, ലയഫ്അലന്ന, ലയഫ്അലാനി, ലയഫ്അലുന്ന, ലതഫ്അലന്ന. അതേപോലെ ലയഫ്അലൻ, ലയഫ്അലുൻ, ലതഫ്അലൻ, ലതഫ്അലൻ, ലതഫ്അലുൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അത് ഖഫീഫയായ നൂന, സുക്കൂനുള്ള നൂനാണ്, അവസാനം ചേർന്ന് വരുന്നത് തന്നെയാണത്. പക്ഷെ അത് ഫീലിനോട് ചേർന്ന് വരുന്നതാണ്. ഇത് ഇസ്മിനോട് ചേർന്ന് വരുന്നതാണ്. അവിടെ തൗക്കീദിനാണ് വരുന്നത്, ഇത് തൗക്കീദിനല്ല. അതാ വ്യത്യാസം. ഏതുപോലെ കറജുലുൻ, റജുല് എന്നതുപോലെ, വസൈദുൻ, സൈദുൻ എന്നതുപോലെ, വസഹിൻ, സഹിൻ എന്നതുപോലെ, വമഹിൻ, മഹിൻ എന്നതുപോലെ, അതിലൊക്കെ ഉണ്ട് തൻവീന്. വ ഹീന ഇദിൻ, വമുസ്ലിമാത്തിൻ, ഇതൊക്കെ തൻവീന. ഈ തൻവീനൊക്കെ അത് ഇസ്മ ആണ് എന്നതിനെ കുറിച്ച് അറിയിക്കുന്ന അടയാളമാണ്. ഓക്കെ അല്ലേ? ശക്തിപ്പെടുത്തുക, സ്ട്രോങ് ആക്കാൻ വേണ്ടി വരുന്നത്. അതാണ് നമ്മൾ ഖഫീഫാന്റെ നൂന്, അത് സുക്കൂനുള്ള നൂനാണ്. ലയഫ് അലൻ, തീർച്ചയായും അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നർത്ഥം. അത് തൗക്കീദാക്കാൻ വേണ്ടിയിട്ടാ. യഫ് അലു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കും എന്നാണ് അർത്ഥം. അതിനൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് ലയഫ് അലൻ, തീർച്ചയായും അവൻ പ്രവർത്തിക്കും. അത് തൗക്കീദിന് വന്നാണ്. ഇവിടെ തൗക്കീദിന് വേണ്ടി അല്ല എന്നർത്ഥം. ഇത് തൗക്കീദിന് വേണ്ടി വരുന്നതല്ല, തൗക്കീദിന് വേണ്ടി അല്ലാതെ. ലി ഗൈരി തൗക്കീദിനല്ലേ? അല്ല, അങ്ങനെ വന്നാല് അങ്ങനെ വരില്ല, അങ്ങനെ ഇതിൽ വരില്ല, ഇസ്മിൽ വരില്ല. ഇസ്മിൽ തൗക്കീദിന് വേണ്ടി വരില്ല. അപ്പൊ ഈ നൂൻ എന്തിനു വേണ്ടി വന്നതാന്നാ ചോദിക്കണത്. ഇത് തൗക്കീദിന് വേണ്ടിയല്ല, ഇത് ഇസ്മിനെ ഒരു അടയാളമായി, ഇസ്മിന്റെ അവസാനത്തിൽ ഒരു സായിദയായ നൂന് ചേർന്ന് വരും. ആ നൂനാണ് ഈ നൂന്.
അപ്പൊ നമ്മള് അപ്പൊ ഈ ലമ്മു അതിന് അല്ല ഈ മത്ത് വരുന്നത് എന്തായിരിക്കും? ഏത് മത്ത്? നമ്മളെ ഇരട്ടിക്കുന്നത് ഈ മത്ത്. അത് ഷദ്. ആ ശരി ശരി. ആ അല്ല, ഷദ് വരുന്നത് അത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് അക്ഷരം ഉച്ചാരണം സ്ട്രോങ് ആക്കാനാണ്, അർത്ഥം സ്ട്രോങ് ആക്കാനല്ല. ഇപ്പൊ നമ്മള് ഹസൻ എന്ന് പറഞ്ഞ ഒരാളെ പേര് ശരിക്കും ഹസൻ എന്നാണ് പേര്. നമ്മളിപ്പോ ഹസൻ എന്ന് പറയും പേര്. ഈ ഹസൻ എന്നുള്ളത് പേരില്ലല്ലോ. അത് ഹസൻ എന്നുള്ള പേര് ഹസൻ ആക്കിയത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും കട്ടി കൂടുന്നുണ്ടോ? അയാൾക്ക് കട്ടിയൊന്നും കൂടുന്നില്ല. അതൊരു ചെത്ത് കൂടിയെന്നുള്ളൂ. പേര് പറഞ്ഞു കൊടുത്തൊരു പിഴവുണ്ടെന്ന്. ഹസൻ, ഹുസൈൻ. ഹുസൈൻ എന്ന് പറയുന്നത് ഹുസൻ, ഹുസൻ കുട്ടി, ഹസൻ കുട്ടി, നമ്മളവിടെയൊക്കെ പേരുണ്ട്. അത് ശബ്ദ, അത് അർത്ഥത്തിനുള്ള കട്ടിയല്ല, ആൾക്കുള്ള കട്ടിയല്ല. അവർക്ക് കൊടുത്തായി പോയോ? അതിന് പൊന്നെ പോകണമെങ്കിൽ ഒന്നും വേണ്ട, നാളെ തരാം. ഓക്കെ, ഒന്ന് ഇസ്മിലും ഒന്ന് ഫെയിലുമാണ്. അത് ഫെയിലുമാണ്, പിന്നെ അത് കാണുകയും ചെയ്യും. ഇത് കാണൂല, ഇത് പറയുമ്പോൾ മാത്രമേ ഉണ്ടാവൂ. റജുൽ എന്നുള്ളിടത്ത് അവിടെ തൻവീന്റെ നൂൻ എവിടെ കാണുന്നുണ്ടോ? നൂനന്നായിട്ട് കാണും, ഇത് കാണൂല. ഇതവിടെ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുത്തുണ്ടോ? റജുലുൻ, നൂനില്ല അവിടെ. സൈദുൻ, സഹിൻ, മഹിൻ, വഹീന ഇദിൻ, മുസ്ലിമാത്തിൻ. ഓക്കെ, അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇനി വഇല സാലിസത്തി, മൂന്നാമത്തതിലേക്ക്, മൂന്നാമത്തെ അടയാളത്തിലേക്ക് മുസന്നിഫ് സൂചിപ്പിച്ചു. ബി ഖൗലിഹി, മുസന്നിഫിന്റെ വാക്കുകൊണ്ട്. എന്താ? വബിൽ ഹദീസി അൻഹു, ഇസ്മിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യും, വർത്തമാനം പറയുകയും ചെയ്യും എന്നതുകൊണ്ടും അറിയപ്പെടും. ഹർഫിനെ കുറിച്ച് സംസാരിക്കുകയില്ല, ഫിഅലിനെ കുറിച്ച് സംസാരിക്കുകയില്ല, ഇസ്മിനെ കുറിച്ച് മാത്രമേ സംസാരിക്കൂ. സെയ്ദ് വന്നു, കണ്ടു, തിന്നു, പോയി, ഇരുന്നു, കിടന്നു. ഇസ്മിനെ കുറിച്ച് സംസാരിക്കും, ഫീലിനെ കുറിച്ച് സംസാരിക്കില്ല. അതാ പറഞ്ഞു. അയിൽ ഇസ്നാദിയിലേഹി, അതിലേക്ക്, ആ ഇസ്മിലേക്ക് ചേർക്കും. ഇസ്മിലേക്ക് പലതിനെയും ചേർക്കും. ഇസ്മ് അവിടെ സ്വതന്ത്രമായി നിൽക്കും, അതിലേക്ക് എന്ത് ചെയ്യും? ചേർക്കും. ഇപ്പോ മറർത്തു ബി സൈദിൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉദാഹരണം കാണിച്ചു തന്നില്ലേ? മറർത്തു ബി സൈദിൻ, ആ സൈദ് എന്നുള്ളതിലേക്ക് ഇസ്മിനെ, ബി എന്നതിനെ സൈദിലേക്ക് ചേർത്തു. കാമ സൈദുൻ, സൈദ് എന്നതിലേക്ക് കാമ ചേർത്തു. എന്താ ഇസ്നാദ് ചെയ്യാന്ന് പറഞ്ഞാൽ? അതാ അതിന് നിർവചനം, എല്ലാത്തിനും നിർവചനമാണ്. വഹുവ അയ്യുള്ളമ്മ, ചേർക്കപ്പെടലാണ്. അവൻ വരുന്നില്ല, നീ പോയിട്ട് വാ. അയ്യുളമ്മ ഇലൈഹി, അതിലേക്ക് ചേർക്കപ്പെടലാണ്. മാ, ഒന്ന്. തതിമ്മു ബിഹിൽ ഫായിദത്തു, ആശയം അതുകൊണ്ട് പൂർണ്ണമാകും. ആശയം അതുകൊണ്ട് പൂർണ്ണമാകുന്ന ഒന്ന് ചേർക്കപ്പെടും. ഏതുപോലെ? ക താഇ ലറബ്തു, ലറബ്തു എന്നുള്ളതിലെ താ പോലെ, ലറബ്തു എന്നതിലെ താ. അപ്പോ അതിന്റെ ആശയം പൂർണ്ണമാകാൻ വേണ്ടി അതിലേക്ക് എന്ത് ചെയ്തു? ചേർക്കപ്പെട്ടു. ഒരു ഫായിദ, ആശയം പൂർണ്ണമാവാൻ വേണ്ടി അതിലേക്ക് ചേർത്തു. ഫഇന്നഹ, തീർച്ചയായും ഇത്, ഈ അടയാളം അല്ല, ഇതല്ല, ഈ താ, ഈ പറഞ്ഞ താ കിട്ട,
ഈ താ ഉണ്ടല്ലോ, ലാ തഖ്ബലു അത് സ്വീകരിക്കുകയില്ല, മിൻ അലാമാത്തിൽ ഇസ്മി ഇസ്മിന്റെ അടയാളങ്ങളിൽ നിന്നു സ്വീകരിക്കുകയില്ല, സിവൽ ഹദീസി അൻഹ ഈ സംസാരിക്കുക എന്നതല്ലാതെ, ചേർക്കുക എന്നതല്ലാതെ ഒന്നും സ്വീകരിക്കൂല. തൻവീൻ അതിന് വരില്ല, അലിഫ്ലാം അതിന് വരില്ല. തൂന്നുള്ളതിനെ പറഞ്ഞിട്ടാ, ഈ തൂന്നുള്ളതിന് എന്ത് വരില്ല, അലിഫ്ലാം അൽ തൂന്ന് പറയില്ല, തുന്നും പറയില്ല. അപ്പൊ ഇതിലിപ്പോ അൻഹാ ഫഖ് ഇത് മാത്രം, ഈ അടയാളം മാത്രമേ ഓൺലി അതാ ഫഖത്ത് പറഞ്ഞ ഇത് മാത്രം, ഈ അൽ ഹദീസ് അൻഹ എന്നുള്ള അടയാളമല്ലാത്ത ഒരടയാളവും ഈ ലറബ്തു എന്നുള്ളതിലെ താഴ് സ്വീകരിക്കൂല. അപ്പോ നമ്മൾ പറയുന്നത് ലറബ്തു എന്നുള്ളതിലെ താ ഉണ്ടല്ലോ, തു എന്ന താ ഉണ്ടല്ലോ, അത് ഇസ്മാണ്. എന്താ അതിന് അടയാളം? അത് ആശയം പൂർണ്ണമാവാൻ വേണ്ടി ചേർത്തിരിക്കുന്നു. അതിനെക്കുറിച്ച് ലർബ് എന്ന് പറഞ്ഞ പ്രവൃത്തി പറഞ്ഞിരിക്കുന്നു. അയ്യുളമ്മ ഇലൈഹി മാ തതിമ്മു ബിഹിൽ ഫായിദത്തു ആശയം പൂർണ്ണമാകുന്ന ഒന്ന് ചേർക്കപ്പെടലാണ്. ഓക്കെ, വഹാദിഹി അൻഫഉ ഇതാണ് ഏറ്റവും ശക്തിയുള്ള അടയാളം. അൻഫഉ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളത് കേട്ടോ. മിൻ അലാമാത്തിൽ ഇസ്മി ഇസ്മിന്റെ അടയാളങ്ങളിൽ നിന്നും ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അടയാളം ഇതാണ്. അലിഫ്ലാമ് വരും, തൻവീനും വരും. ഇനി അലിഫ്ലാമും തൻവീനും ഇല്ലാത്ത ഇതിൽ ഈ അടയാളം വരും. അത് നിശ്ചിത എണ്ണം നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അതെ അതെ, ലമീർ ഇസ്മാണ്, എല്ലാ ലമീർ ഇസ്മാണ്.